നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയാൽ പോലും മറ്റൊരാൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ദേഷ്യം വരും. എന്തിനാണ് നമ്മളപ്പോൾ അത്രയധികം ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നത്? ഈ ന്യായീകരണങ്ങൾക്ക് പിന്നിൽ മനുഷ്യൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. അതിൻ്റെ സൈക്കോളജിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഐ ആം അജു. വെൽക്കം ടു ദ മനസോളജിസ്റ്റ്. മനുഷ്യ മനസ്സ് ഒരു വിചിത്രമായ സാധനം തന്നെയാണ്. ചില സമയങ്ങളിൽ അത് നമ്മളെ തന്നെ പറ്റിക്കാറുണ്ട്, പ്രത്യേകിച്ചും ചിന്തകൾ തമ്മിലൊരു യുദ്ധമൊക്കെ നടക്കുമ്പോൾ. ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡിസനൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലെ രണ്ട് ചിന്തകൾ തമ്മിലോ അല്ലെങ്കിൽ ചിന്തയും പ്രവൃത്തിയും തമ്മിലോ ഒരു മിസ്മാച്ച് ഉണ്ടാകുന്ന അവസ്ഥ. ഒരു സിമ്പിളായ ഉദാഹരണം കൂടി പറയാം. ഒരാൾ ഈ മാസം മുതൽ ഹെൽത്തി ഡയറ്റിലാണെന്ന് തീരുമാനിക്കുന്നു. ഇനി മുതൽ ജങ്ക് ഫുഡ് കഴിക്കില്ല, ജിമ്മിൽ പോകും എന്നൊക്കെ ഉറപ്പിച്ചു. വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചായ കുടിക്കാനിരിക്കുകയാണ്. മുന്നിൽ നല്ല ചൂട് പരിപ്പടയും സമൂസയും പഫ്സും. ആ മണം അടിച്ചപ്പോൾ പ്ലാനൊക്കെ പാളി. 3 എണ്ണവും ഒറ്റയടിക്ക് അകത്താക്കി. ഇവിടെയാണ് കളി തുടങ്ങുന്നത്. ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന ചിന്തയും വലിച്ചുവാരി എണ്ണക്കടികൾ കഴിച്ചു എന്ന പ്രവൃത്തിയും തമ്മിൽ ബ്രെയിനിൽ ഒരു കൂട്ടിയിടി നടക്കുകയാണ്. ആ സമയത്ത് മനസ്സിലുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, അതാണ് കോഗ്നിറ്റീവ് ഡിസനൻസ്. രണ്ട് വിരുദ്ധമായ കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കാൻ മനുഷ്യന് വലിയ പ്രയാസമാണ്. കാരണം ബ്രെയിൻ എപ്പോഴും ഒരു ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കൺസിസ്റ്റൻസി. ഈ ബാലൻസ് തെറ്റുമ്പോൾ ബ്രെയിനിൽ ഒരു അലാറം അടിക്കും. ആ അലാറം ഓഫ് ചെയ്യാൻ ബ്രെയിൻ ഉടനെ തന്നെ ഒരു അപ്ഡേറ്റ് ഇറക്കും. സാരല്ല കേട്ടോ, ഇന്ന് ഒരു ദിവസം കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നാളെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വർക്കൗട്ടൊക്കെ ചെയ്യാമല്ലോ. ഇത്തരത്തിലുള്ള സ്വയം ന്യായീകരണമാണ് ആ അസ്വസ്ഥതകൾ കുറക്കാൻ മനുഷ്യൻ ചെയ്യുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത്. 1957 ലിയോൺ ഫെസ്റ്റിംഗർ എന്ന സോഷ്യൽ സൈക്കോളജിസ്റ്റാണ് ഈ തിയറി കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ വെറും യുക്തിയുള്ള ജീവികൾ മാത്രമല്ല, മറിച്ച് സ്വന്തം പ്രവൃത്തികളെ യുക്തിപരമായിട്ട് ന്യായീകരിക്കുന്ന ജീവികൾ കൂടിയാണെന്നാണ്. അദ്ദേഹം ഇതൊരു രസകരമായിട്ടുള്ള പരീക്ഷണത്തിലൂടെയാണ് തെളിയിച്ചത്. ഒരു കൂട്ടം ആളുകൾക്ക് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തു. എന്നിട്ട് അവരെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പിന് ആ ജോലി ചെയ്തതിന് $20 കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പിന് വെറും $1 മാത്രം. എന്നിട്ട് അവരോട് പറഞ്ഞു, പുറത്ത് നിൽക്കുന്ന ആളുകളോട്, അതായത് അടുത്തതായിട്ട് ആ ഒരു ബോറിംഗ് ടാസ്ക് ചെയ്യാൻ പോകുന്ന ആളുകളോട് ഈ ജോലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നുണ പറയണം. ഈ $1 കിട്ടിയവരും $20 കിട്ടിയവരും അതുപോലെ തന്നെ നുണ പറയുകയും ചെയ്തു. പക്ഷേ ഈ ജോലി ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഈ 2 ഗ്രൂപ്പിനോട് ചോദിച്ചപ്പോൾ വെറും $1 കിട്ടിയ ആളുകൾ പറഞ്ഞത് ആ ജോലി സത്യത്തിൽ നല്ലതായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ $20 കിട്ടിയവർക്ക് നുണ പറയാൻ വലിയൊരു റീസൺ ഉണ്ടായിരുന്നു, അതായത് കൂടുതൽ പണം കിട്ടിയല്ലോ. എന്നാൽ വെറും $1 കിട്ടിയവർക്ക് ആ ഒരൊറ്റ ഡോളറിന് അവരുടെ സമയം വേസ്റ്റ് ചെയ്തതിനും അതുപോലെ നുണ പറഞ്ഞതിനും ഉള്ളിലൊരു കുറ്റബോധമൊക്കെ തോന്നി. അത് ഒഴിവാക്കാൻ അവർ സ്വന്തം ചിന്ത തന്നെ അവിടെ മാറ്റി. ഞാൻ നുണ പറയല്ല ചെയ്തത്, ആ ജോലി ശരിക്കും ഇൻട്രസ്റ്റിംഗ് തന്നെ ആയിരുന്നു എന്ന് അവർ സ്വയം ന്യായീകരിച്ചു. മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ ഇത്ര മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ന്യൂറോ സയൻസ് പറയുന്നത് ഇത്തരം ഒരു മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ ബ്രെയിനിലെ ഒരു പ്രത്യേക ഭാഗം, അതായത് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയും, അത് ആക്ടിവേറ്റ് ആവും. ബ്രെയിനിൻ്റെ ഈ ഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് ശാരീരികമായിട്ടൊരു വേദന ഉണ്ടാകുമ്പോൾ റിയാക്ട് ചെയ്യുന്ന സെൻറ്ററുകൾ ഇവിടെയാണ്. അതേ സെൻറ്ററുകൾ തന്നെയാണ് ഡിസനൻസ് വരുമ്പോഴും ആക്ടിവേറ്റ് ആവുന്നത്. അതായത് എനിക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുന്നത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും തലക്കൊരു അടി കിട്ടുന്നത് പോലെയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ വേദന ഒഴിവാക്കാനാണ് മനുഷ്യൻ റിയാലിറ്റിയെ പോലും വളച്ചൊടിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ ഈ ഡിസണൻസ് കാരണമുള്ള ആളുകളുടെ പെരുമാറ്റങ്ങൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ രാഷ്ട്രീയമോ മതപരമോ ആയിട്ടുള്ള വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായൊരു വാർത്ത കണ്ടാൽ ആളുകൾ ഉടനെ പൊട്ടിത്തെറിക്കും അല്ലേ, അല്ലെങ്കിൽ പറയും ഇത് ഫേക്ക് ന്യൂസാണ്. അതുമല്ലെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ന്യായീകരിക്കും. ഇവിടെ സത്യം മനസ്സിലാക്കുന്നതിനേക്കാൾ മനുഷ്യൻ താല്പര്യപ്പെടുന്നത് ഞാൻ ശരിയാണ് എന്ന് സ്ഥാപിക്കാനാണ്. കാരണം ആ വിശ്വാസം തകർന്നാൽ ചിലപ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റി തന്നെ തകരും എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇത് റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലും പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ
പാർട്ട്ണർ തന്നെ ഉപദ്രവിക്കുമ്പോഴും പറയും അയാൾക്ക് ദേഷ്യം വരുമ്പോൾ കൺട്രോൾ പോകുന്നതാണ്, പക്ഷേ ഉള്ളിൽ സ്നേഹമുണ്ട്, ആള് പാവാണ് എന്നൊക്കെ. റിലേഷൻഷിപ്പിലെ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം ആ ബന്ധത്തിൽ അവർ അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചൂസ് ചെയ്ത വ്യക്തി മോശമാണ് എന്ന് സമ്മതിക്കുന്നത് വലിയൊരു ഡിസണൻസ് ആണ്, അല്ലെങ്കിൽ അതോടൊപ്പം വലിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഒഴിവാക്കാൻ അവർ ആ അബ്യൂസിനെ ന്യായീകരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിനൊരു പരിഹാരമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മനഃശാസ്ത്രത്തിൽ അതിനെ ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി എന്നാണ് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ വലിയൊരു വാക്കായിട്ട് തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. നമ്മൾ മനുഷ്യർക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ പറയുന്നതാണ് ശരി എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. എന്നാൽ തൻ്റെ അറിവ് പൂർണ്ണമല്ലെന്നും താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് ഈ ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. സത്യത്തിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പലപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതും അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒക്കെ അനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിച്ച് കാണുന്ന ചില മാനസിക രീതികൾ, അതായത് ബയാസസ് മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് തന്നെ താൻ മുറുകെ പിടിക്കുന്ന പല അഭിപ്രായങ്ങളും തെറ്റായേക്കാം എന്ന് സമ്മതിക്കാൻ ഒരു വലിയ മനസ്സ് തന്നെ വേണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന തോന്നലോടെ ആർക്കും ജീവിക്കാനൊന്നും കഴിയില്ല. ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയാണെന്നൊരു ഉറപ്പിൽ തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ ചിലപ്പോൾ സ്തംഭിച്ചു പോയേക്കാം. പക്ഷേ ആ ഉറപ്പിനിടയിലും എനിക്ക് തെറ്റ് പറ്റാം എന്ന ആ ഒരു ചെറിയ അറിവാണ് മനുഷ്യനെ കൂടുതൽ മികച്ച ചിന്താഗതിക്കാരനാക്കുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുമ്പോഴോ അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തുള്ള തെറ്റിനെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴോ ആ നിമിഷം ഒന്ന് നിൽക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം, ഞാനിപ്പോൾ ഈ വാദിക്കുന്നത് ശരിയായ അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണോ, അതോ വെറുതെ എൻ്റെ ഈഗോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ? ഈ ഒരൊറ്റ ചോദ്യം മതി പല തർക്കങ്ങളും അവിടെ അവസാനിക്കാൻ. സ്വന്തം അറിവിനേക്കാൾ സത്യത്തിന് വില നൽകുന്ന ആ ഒരു മനോഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യനെ മാനസികമായിട്ട് കൂടുതൽ പക്വതയുള്ളവനാക്കുന്നത്. സത്യത്തിൽ മനുഷ്യർക്ക് തെറ്റുകൾ പറ്റുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് മനസ്സാവാച തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ പഠിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതൊരു വലിയ ലൈഫ് സ്കിൽ തന്നെയാണ്. പലപ്പോഴും ഒരു തെറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ വലിയൊരു ഭാരവും വല്ലാതൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടാവാറില്ലേ? അയ്യോ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഓർത്തിട്ട് തലച്ചോറിൽ ആ ഒരു ടെൻഷൻ ചിലപ്പോൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ആ തെറ്റിനെ നമ്മൾ പേടിക്കാതെ അത് തിരുത്താൻ തയ്യാറാവുമ്പോൾ ആ നിമിഷം മുതൽ തലച്ചോറിലെ ആ ഒരു അനാവശ്യമായിട്ടുള്ള പ്രഷർ കുറഞ്ഞു തുടങ്ങും. മനസ്സിനൊരു വ്യക്തതയൊക്കെ വന്നു തുടങ്ങും. മാത്രമല്ല, സ്വന്തം പാളിച്ചകളിൽ നിന്ന് പാഠം പഠിക്കുന്ന ഒരു മനുഷ്യൻ കാലക്രമേണ ഒരു മികച്ച പ്രോബ്ലം സോൾവറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും തളരാതെ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ആ മനസ്സിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം അയാൾക്ക് തെറ്റുകളെ നേരിടാൻ ഇപ്പോൾ പേടിയുണ്ടാവില്ല. കോഗ്നിറ്റീവ് ഡിസണൻസ് എന്നത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ അതൊരു സർവൈവൽ മെക്കാനിസം കൂടിയാണ്. ആരും പെർഫെക്റ്റ് അല്ല, പക്ഷേ ഇത്തരം ഒരു മെക്കാനിസം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ നമ്മളോട് തന്നെ കൂടുതൽ സത്യസന്ധരായിട്ട് മാറുമെന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത ഡിസണൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് കൂടുതൽ സൈക്കോളജി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സ്റ്റേ ക്യൂരിയസ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്.